നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയയിലും ജോലി സംബന്ധമായും ഉപയോഗിക്കുന്ന ചില ചുരുക്കവാക്കുകളുണ്ട്. AM, PM, EG ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഇതിൻ്റെ പലതിൻ്റെയും പൂർണ്ണമായ പേര് നമ്മളിൽ പലർക്കും അറിയില്ല. അങ്ങനെയുള്ള ചില ചുരുക്കവാക്കുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കാറുകളുടെ കാര്യം പറയുമ്പോൾ BMW ഒഴിച്ചു നിർത്താൻ കഴിയില്ല. എന്നാൽ BMW പൂർണ്ണമായ പേര് എന്താണ്? ബവേറിയൻ മോട്ടോർ വർക്ക്സ് എന്നാണ് BMW പൂർണ്ണമായ പേര്. അതുപോലെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് DDT. എന്താണ് DDTയുടെ പൂർണ്ണമായ പേര്? ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥീൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. അതുപോലെ തന്നെ ചില വെബ്സൈറ്റിലൊക്കെ കയറുമ്പോൾ പേജിൻ്റെ അവസാനം PTO എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. എന്താണ് PTO? പ്ലീസ് ടേൺ ഓവറിൻ്റെ ഷോർട്ട് ഫോമാണ് PTO എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ ഇമെയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് PS എന്നത്. പോസ്റ്റ് സ്ക്രിപ്റ്റം എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് PS എന്നത്. സമയം നോക്കാത്തവരായി ആരും തന്നെ കാണാറില്ല. എന്നാൽ സമയം നോക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ള ചില വാക്കുകളാണ് AM, PM. എന്താണ് ഈ AM, PM എന്നത്? ടൈം സോണുകളായ ആൻറ്റി മെഡിയൻ, പോസ്റ്റ് മെഡിയനിൻ്റെയൊക്കെ ഷോർട്ട് ഫോമാണ് ഈ AM, PM എന്നത്. ഡിഫൻസ് രംഗവുമായി നമ്മൾ ഏറ്റവും അധികം കേട്ടുവരാറുള്ള ഒരു വാക്കാണ് റഡാർ എന്നത്. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് റഡാർ എന്നത്. ഡിസ്കവറി പോലുള്ള ചാനലുകളിൽ നമ്മൾ സ്ഥിരം കാണാറുള്ള ഒന്നാണ് സ്ക്യൂബ ഡൈവേഴ്സിനെ. എന്നാൽ എന്താണ് സ്ക്യൂബ എന്നതിൻ്റെ ഫുൾ ഫോം? സെൽഫ് കണ്ടെയ്ൻഡ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ ദ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. എന്താണെന്ന് ആലോചിച്ച് തലമുണ്ടാക്കണ്ട. ലേസറിൻ്റെ പൂർണ്ണമായ പേരാണിത്. ATM ഉപയോഗിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കാർഡിൻ്റെ പിൻ നമ്പർ. എന്താണ് പിന്നിൻ്റെ ഫുൾ ഫോം? പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. നമ്മുടെ സാധാരണ ജീവിതത്തിലും സോഷ്യൽ മീഡിയയിലും മറ്റും നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് OK. ഓൾ കറക്റ്റ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാവർക്കും പരിചിതമായ ഒരു വാക്കാണ് URL എന്നത്. എന്താണ് URLൻ്റെ ഫുൾ ഫോം? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവർ മോഡുലേറ്റർ, ഡീമോഡുലേറ്റർ ഉപയോഗിക്കാറുണ്ട്. എന്താണിത്? മോഡത്തിൻ്റെ പൂർണ്ണമായ പേരാണിത്. ഒരു DSLR ക്യാമറ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും നമ്മളിൽ എല്ലാവരും. എന്നാൽ DSLRൻ്റെ പൂർണ്ണമായ പേരെന്താണ്? ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലെക്സ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. ഓരോ വെബ്സൈറ്റിൻ്റെയും URLന് തൊട്ട് മുമ്പായി HTTP എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താണിത്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണിത്. വർഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ് BC, AD, CE എന്നത്. BC എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് എന്നും AD എന്നാൽ അന്നാ ഡൊമിനി എന്നും CE എന്നാൽ കോമൺ ഇറ എന്നുമാണ് അർത്ഥം. റേഡിയോ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട രണ്ട് വാക്കുകളാണ് AM ഉം FM ഉം. AM എന്നാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് എന്നും FM എന്നാൽ ഫ്രീക്വൻസി മോഡുലേറ്റഡും എന്നാണ്. എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് IE-EG എന്നത്. IE എന്നാൽ ഇഡ് എസ്റ്റ് എന്നും അല്ലെങ്കിൽ ഇൻ എഫക്റ്റ് എന്നും, EG എന്നാൽ എക്സാമ്പിളി ഗ്രേഷ്യ അല്ലെങ്കിൽ എക്സാമ്പിൾ ഗീവൺ എന്നുമാണ് അർത്ഥം. HTC എന്ന് കേൾക്കാത്തവരായി ആരും കാണില്ല. HTC എന്നാൽ ഹൈടെക് കമ്പ്യൂട്ടർ എന്നാണ് അർത്ഥം. LG എന്ന ബ്രാൻഡിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ LGയുടെ പൂർണ്ണമായ പേരെന്താണ്? ലക്കി ഗോൾഡ് സ്റ്റാർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. നമ്മളെല്ലാവരും ICICI ബാങ്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ICICIൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. അതുപോലെ തന്നെ നമ്മൾ പത്രത്തിലും വാർത്തയിലുമൊക്കെ കാണാനുള്ള NEFT അതിൻ്റെ പൂർണ്ണമായ പേരെന്താണ്? നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. അതുപോലെ തന്നെ നമുക്ക് സുപരിചിതമായ ഒരു വാക്കാണ് HDFC എന്നത്. ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ്റെ ഷോർട്ട് ഫോമാണ് HDFC എന്നത്. ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് IFSC എന്നത്. എന്താണ് IFSCയുടെ പൂർണ്ണ പേര്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. നമ്മളിൽ ഭൂരിഭാഗം പേർക്കും പാൻ കാർഡ് കാണും. പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് പാനിൻ്റെ പൂർണ്ണമായ പേര്. അതുപോലെ നമുക്ക് സുപരിചിതമായ ഒരു വാക്കാണ് സെൻസെക്സ് എന്നത്. സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. ഫോട്ടോയും വീഡിയോയും മറ്റും PDF ആയി നമ്മൾ അയക്കാറുണ്ട്. പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നാണ് PDFൻ്റെ പൂർണ്ണമായ പേര്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് USB എന്നത്. യൂണിവേഴ്സൽ സീരിയൽ ബസ്സിൻ്റെ ഷോർട്ട് ഫോമാണ് ഇത്. ചില ഫോട്ടോസിൻ്റെ ഫോർമാറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? JPEG, JPG എന്നൊക്കെ. ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. ഇതുപോലൊരു ഫോട്ടോ ഫോർമാറ്റാണ് PNG, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. വാട്സപ്പിൽ നമ്മൾ അയക്കാറുള്ള അനിമേറ്റഡ് ഫോട്ടോസ് ഉണ്ട്. GIF എന്നാണ് ഇതറിയപ്പെടുന്നത്. ഗ്രാഫിക്സ് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. അതുപോലെ തന്നെ വൈഫൈ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും. വയർലെസ് ഫിഡിലിറ്റി എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. നമ്മളിൽ സിമ്മില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ?
സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മോഡ്യൂൾ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കേൾക്കാർ വാക്കാണ് വൈറസ് എന്നത്. എന്നാൽ ഫോണുമായി ബന്ധപ്പെട്ട ഒരു വൈറസ് ഉണ്ട്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സൈസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. BBC എന്ന് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. അതുപോലെ തന്നെ ഇമെയിലും മറ്റും കാണാറുള്ള രണ്ട് വാക്കുകളാണ് CCBCC എന്നത്. കാർബൺ കോപ്പി, ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. അൺലിമിറ്റഡ് പാക്കുകളിൽ നമ്മൾ ഭൂരിഭാഗം പേരും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് SMS എന്നത്. ഷോർട്ട് മെസ്സേജിംഗ് സർവീസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ള ഒരു വാക്കാണ് PNR എന്നത്. പാസഞ്ചർ നൈം റെഫറൻസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ പേര്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.